ഗൈസ് ഗുഡ് മോർണിംഗ്. എൻ്റെ ചെവിടെ ഉണ്ടല്ലോ, ഈ ഒരു ചെവിട് അത്യാവശ്യം നല്ല രീതിക്ക് വേദനെടുത്തിരിക്കുന്നുണ്ട്. മിനിയാന്ന് തുടങ്ങിയതാണ്, ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇന്നിവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഇന്ന് എൻ്റെ അച്ഛമ്മയുടെ, അതായത് അച്ഛൻ്റെ അമ്മയുടെ ഒരു ഓർമ്മ ദിവസമാണ്. അപ്പോൾ ആദ്യത്തെ ഓർമ്മ ദിവസം ഇവിടെ ആണ്ടെന്നാണ് കേട്ടോ അതിനെ പറയുന്നത്. അങ്ങനെ ഫുഡൊക്കെ വെച്ച് ഒക്കെ ഒരുമാതിരിയൊക്കെ ചെയ്യാറുണ്ടല്ലോ. ഇങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കും, അപ്പുറത്തുള്ള ആളുകളെയൊക്കെ വിളിച്ചിട്ട്. അങ്ങനെ അത്യാവശ്യം രീതിയിലൊക്കെയാണ്. അങ്ങനെ എല്ലാ കസിൻസും ബന്ധുക്കളും ഒക്കെ വരും. അതാണ് ഇന്നിവിടെ നടക്കുന്ന പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ചക്കര ഇല്ല കേട്ടോ, അതായത് എൻ്റെ അനിയത്തി, ഞാൻ പറഞ്ഞില്ല അവൾ നേച്ചർ ക്യാമ്പിന് പോയേക്കാണ്. അവർക്കത് ഒഴിവാക്കാൻ പറ്റില്ല, അത് ക്രെഡിറ്റ് പോയിൻറ്റ്സ് ഒക്കെ കിട്ടുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് അവൾ അതിന് പോയി. അപ്പോൾ ഞാനുണ്ട്, പിന്നെ അമ്മ ചേച്ചിയുണ്ട്, കണ്ണനുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. അപ്പോൾ നമുക്ക് വൈകിക്കാതെ ഞാൻ ഇവിടെ വെച്ച് തന്നെ ഇൻട്രോ പറയാം കേട്ടോ. എനിക്ക് കുറച്ച് ലൈറ്റൊക്കെ വന്നിട്ട് പുറത്തിറങ്ങി ഇൻട്രോ പറയാനായിരുന്നു ആഗ്രഹം, കാരണം അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബ്രൈറ്റായിട്ട് തോന്നും. ഇതിപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മുടെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് നിൽക്കുകയാണ്. പിന്നെ 5 മണിയെല്ലായിട്ടുള്ളൂ. ഇപ്പോൾ അടുക്കളയിൽ ഈ ട്യൂബ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇൻട്രോ പറയാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് തിങ്സ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സസ്നേഹം സ്വാഗതം. അമ്മതേ കുറുമക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറുമക്കറിയെ ചിലയിടത്തൊക്കെ ഇഷ്ടക്കറി എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചപ്പാത്തിക്കും കഴിക്കാം, വെള്ളയപ്പത്തിനും അതുപോലെ തന്നെ ഇടിയപ്പത്തിനൊക്കെ വിളമ്പുന്നൊരു വെള്ളക്കറിയില്ലേ, അതാണ് ഈ കുറുമക്കറി എന്ന് ഞങ്ങളിവിടെ പറയുന്നത്. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കുറുമക്കറി. അമ്മ ഇതിൽ റസ്ക്കൊക്കെ പൊടിച്ചിട്ടു കേട്ടോ, ചില സമയത്ത് കോൺഫ്ലവറൊക്കെ ഇടുന്ന കാണാം. എന്തായാലും സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇവിടുത്തെ പൂജ ഒക്കെ ഉള്ള പൂവൊക്കെ നമുക്ക് നന്നാക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് കുഞ്ഞ. കുഞ്ഞനക്ക് ഇത്തിരി അതുമ്പോൾ നീറ്റുള്ളൂ കേട്ടോ. കുഞ്ഞനും കണ്ണനിപ്പോൾ വീട്ടിൽ പോയേക്കാണ്, അവൻ്റെ വീട്ടിൽ. അവിടെ നിന്ന് കുളിച്ചിട്ടൊക്കെ വരാമെന്ന് വെച്ചിട്ട് 7:30 എന്തോ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഭക്ഷണവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും അതിന് മുമ്പ് കുളിച്ച് റെഡി ആയിട്ടിരിക്കണം എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് കുളിക്കാം. ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഇപ്പോൾ കുളിക്കാൻ കയറാൻ നിൽക്കുകയാണ്. ഇപ്പോൾ സമയം എത്രയും നോക്കട്ടെ. ഇപ്പോൾ സമയം 6:03 കേട്ടോ. എന്നാലും കുളിച്ചൊക്കെ വരുമ്പോൾ ഏകദേശം 7:30 ആവുമല്ലേ, എല്ലാവരും കുളിക്കട്ടെ. ചെവി വേദന നിൽക്കുന്നത് എനിക്ക്. ഞാൻ ഈ വീട്ടിൽ വന്ന അന്ന് വൈകുന്നേരം തുടങ്ങിയതാണ് ഈ ചെവിട് വേദന, പെട്ടെന്ന് ചെവിട് വേദന, എന്താണെന്ന് എനിക്കറിയില്ല. അടുക്കളയിലെ പണികളെല്ലാം ഒരുവിധം ഒതുങ്ങി കേട്ടോ. ഞാൻ അമ്മ കുറച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാൻ തേങ്ങയൊക്കെ ചിരവി കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ അവിടെ വരാന്തയിൽ ഇരുന്നിട്ട് പൂ നന്നാക്കുന്നുണ്ട്. എന്നെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഞാനാണെങ്കിൽ കുളിച്ചിട്ടില്ല. അച്ഛൻ മാത്രം ഇപ്പോൾ കുളിച്ചിട്ടുള്ളൂ. അപ്പോൾ അച്ഛനിരുന്ന് പൂ നന്നാക്കുന്നുണ്ട്. രാവിലെ ഉള്ള പൂജയ്ക്കുള്ള പൂക്കളും കാര്യങ്ങളാണ് അതൊക്കെ. അപ്പം നന്നായിട്ട് നേരം വെളുത്തു കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ ഇരുട്ടായിരുന്നല്ലേ, അപ്പോൾ നന്നായിട്ട് നേരം വെളുത്തു. അപ്പോൾ പാൽക്കാരനൊക്കെ വന്നിട്ടുണ്ട്. നമ്മളൊരു ചേട്ടൻ്റെ അടുത്ത് നിന്നാണ് പാൽ വാങ്ങിക്കുന്നത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ പാലൊക്കെ ഇത്ര വാങ്ങിക്കണം എന്നുള്ളത്. പൂജാവശ്യത്തിനും ഉണ്ട്, പിന്നെ ഇവിടെ എല്ലാവർക്കും ചായക്കുള്ള പാലും ഉണ്ട്. അപ്പോൾ ഇന്ന് കൂടുതൽ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശാന്തി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ പൂജയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. 7:15 ആയപ്പോഴേക്കും പൂജ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 3/4 മണിക്കൂർ ഉണ്ടായിരുന്നു തോന്നുന്നു, കഴിഞ്ഞു. അപ്പം നമ്മളുടെ വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അമ്മമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടണമെന്ന് നമുക്ക് ഇന്നിങ്ങനെ ഒരു വീഡിയോ എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചിന്തിച്ചു, നമ്മളെ വിട്ട് പോയവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ജീവിച്ചിരിക്കുന്നവർക്കൊരു മനസ്സമാധാനം വേണമല്ലോ, അതിനു വേണ്ടി നമ്മൾ കുറേ നമ്മളെ വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളതൊരു സങ്കട ദിവസമായിട്ട് കൊണ്ടുപോയിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ വിട്ടുപോയവർ ഏതെങ്കിലും ലോകത്തൊക്കെ ഇരുന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കും സന്തോഷം ലഭിക്കുന്നില്ല, നമുക്കും സന്തോഷം ലഭിക്കുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് പേര്, അതായത് നമ്മളുടെ ബന്ധുക്കളൊക്കെ ഒരുമിച്ച് കൂടും. ഒരുപാട് തിരക്കുകളുടെ ഇടയിൽ നിന്നൊക്കെയാണ് അവർ ഇതിന് സമയം കണ്ടെത്തി വരുന്നത്. കസിൻസ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും പല പല തിരക്കുകൾ, ജോലി, പഠിത്തം അങ്ങനെയൊക്കെ ആയിരിക്കും. അതിൻ്റെ ഇടയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ അതൊരു മെമ്മറിയാണ് എന്നെനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനൊരു വീഡിയോ ഒന്ന് എടുത്തു വെച്ചത്. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾക്ക് ഈ വീഡിയോ കാണണമെന്ന് തോന്നുമ്പോൾ കാണുമല്ലോ, അത് അപ്പോൾ ഒരു എന്താ പറയുക നല്ലൊരു മൊമെൻ്റ് ആയിരിക്കും എന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ വീഡിയോ എടുത്തു എന്നുള്ളൂ, പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. എനിക്കും കൂടി ഇതൊരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇതായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പോസിറ്റീവായിട്ട് എടുക്കാം, നെഗറ്റീവായിട്ട് എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. ഞാൻ എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഇതിനെ ഒരു പോസിറ്റീവ് രീതിയിൽ കൊണ്ടുപോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തിരിച്ച് വീഡിയോയിലോട്ട് പോകാം.
ഹലോ ഗായ്സ്. അപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തുകയായിട്ടോ. അതെ അമ്മമ്മ വീട്ടിൽ വന്ന് പോസ്റ്റ് എന്നിട്ട് അമ്മേൻ്റെ അമ്മ സേ ഹായ് ഹലോ ഹായ് 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 പറയടാ ഹായ് പറയടാ നോക്ക് ഹായ് പറ. അപ്പം ഞങ്ങൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചിറ്റയും എല്ലാവരും വന്നോട്ടോ. ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് പെട്ടെന്ന് എണീറ്റപ്പോൾ നോക്കിയപ്പോൾ എല്ലാവരും ചിറ്റയും മാമന്മാരും അമ്മായിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ചിറ്റ അപാര തയ്പ്പുകാരിയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ചിറ്റ എന്ന് പറയുന്നത്. അതായത് അമ്മയുടെ അനിയത്തി അടിപൊളിയായിട്ട് തയ്ക്കും. എൻ്റെ ഒട്ടുമിക്ക ഡ്രസ്സുകളും തയ്ക്കുന്നത് ചിറ്റ തന്നെയാണ്. അതായത് മെറ്റീരിയൽ എടുത്ത് കൊടുക്കുന്നത് എല്ലാം തയ്ക്കുന്നത് ചിറ്റയാണ് കേട്ടോ. ഇതെൻ്റെ അമ്മ. അമ്മനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലും എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ മാമൻ്റെ മക്കളൊക്കെയാണ് കേട്ടോ. ഇത് ചിറ്റയുടെ മോളാണ് നന്ദു. എല്ലാവരെയും ഇങ്ങനെ കാണിച്ചു പോയപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഉച്ചക്കലത്തെ ഭക്ഷണമാണ് കേട്ടോ. നല്ല വിശക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം എനിക്ക് തോന്നുന്നു ഒരു മണി 1:15 ആയിട്ടുണ്ടാവും. രാവിലത്തെ ഭക്ഷണമൊക്കെ എപ്പോഴേ ദഹിച്ചു എന്നറിയോ. അപ്പോൾ നമ്മൾ ഉച്ചക്കലത്തെ ഭക്ഷണം എത്തി. ഇതാണ് സദ്യയായിരുന്നു കേട്ടോ. എല്ലാം ഉണ്ടായിരുന്നു. പപ്പടം പഴം പായസമായിരുന്നു. ഇത് നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ അയൽവക്കത്തുള്ള പിള്ളേരാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന് നിർത്തിയതാണ്. അടുത്തവരെ എണീക്കുമ്പോൾ നിങ്ങൾ വേഗം ഇരുന്നോന്ന് പറഞ്ഞിട്ട്. കാരണം അവർക്ക് വിശക്കുന്നുണ്ടാവുമല്ലോ. അവർ കുറേ നേരമായി ഇരിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. നമ്മളെല്ലാവരെയും ഇങ്ങനെ അയൽവക്കത്തുള്ളവരെയൊക്കെ എല്ലാവരെയും വിളിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നത് കേട്ടോ. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നാണ് തോന്നുന്നത്. ഇതാണ് നന്ദു. അതായത് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ചിറ്റയുടെ മോളാണ്. ഇവളെ എനിക്ക് വേണ്ടിയിട്ട് ബോ കെട്ടാണ് കേട്ടോ. ബോ എന്ന് പറയുന്നത് തലയിൽ കിട്ടുന്നൊരു സംഭവമാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓണത്തിന് ഒരു ഡ്രസ്സ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡ്രസ്സിന് മാച്ച് ചെയ്ത പോലത്തെ ഒരു ബോ എനിക്ക് കെട്ടി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വലിയവരായിട്ട് ഗോസിപ്പൊക്കെ അടിച്ച് മടുത്തപ്പോൾ ഞാൻ കുറച്ചേരം ഈ കുഞ്ഞുമക്കളുടെ അടുത്തൊക്കെ വന്നിട്ട് വെറുതെ ഇരുന്നു കേട്ടോ. പിള്ളേരുടെ അടുത്ത് വന്നിട്ട് ഇവരെ ദേഷ്യം പിടിപ്പിക്കുക എന്നുള്ളത് നല്ലൊരു രസമുള്ള കാര്യമല്ലേ. ഇതെൻ്റെ ചേച്ചിയുടെ മോനാണ് കേട്ടോ. അതായത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ്. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ഒരു സംഭവം. അത് വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 8ാം ക്ലാസ്സിൽ വെച്ച് കിട്ടിയതാണെന്ന് തോന്നുന്നത്. ക്രിസ്മസ് ഫ്രണ്ടിനോ എപ്പോഴോ കിട്ടിയതാണ് ആ ഒരു സംഭവം. നല്ല രസമാണ്. ഇവരോട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിച്ച് ഇവരുടെ വർത്താനമൊക്കെ കേട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പിരികേറ്റാനായിട്ട് വരാം. പക്ഷേ അധികം ഇങ്ങോട്ട് ഇപ്പോൾ പിരികേറ്റാൻ പറ്റില്ല. കാരണം നമുക്ക് എപ്പോഴാണ് തിരിച്ച് കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി അധികം ആൾക്കാരും ഒന്നുമില്ല ഫുഡൊക്കെ കഴിക്കാനായിട്ട്. ഞാനും കഴിച്ചു. ഞാൻ എന്തോ 2ാമത്തെയോ 3ാമത്തേലോ പന്തിയിലെന്തോ ഇരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. നന്ദുദേ എനിക്ക് ഈ ഒരു ബോ സെറ്റാക്കി തന്നിട്ടുണ്ട്. അടിപൊളിയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെങ്ങനെ ഒന്ന് ഞാൻ ആ ഡ്രസ്സിനൊപ്പം മാച്ച് ആകും അല്ലെങ്കിൽ എങ്ങനെ ഒന്ന് സ്റ്റൈൽ ചെയ്യും എന്നാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചത്. നമ്മുടെ ആവേശത്തിൽ പാട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവൻ ഡാൻസ് കളിക്കും കേട്ടോ. ഇവൻ പൊതുവെ ചിരിക്കാൻ നല്ല പാടാണ്. നമ്മൾ എത്ര ചിരിപ്പിക്കാൻ ശ്രമിച്ചാലും ഇവൻ ചിരിക്കില്ല കേട്ടോ. മുഖം ഇങ്ങനെ വെച്ചിട്ടിരിക്കും. പക്ഷേ ഈ പാട്ട് കേട്ടിട്ട് ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആളുടെ ഒരു വീഡിയോ എടുക്കാനാണ് നോക്കിയപ്പോൾ ആൾ തന്നെ ഞാൻ വീഡിയോ എടുത്തോളാം ഇങ്ങ് താന്നുള്ള ഒരു മട്ടിൽ എൻ്റെ നിന്ന് ഫോണൊക്കെ വാങ്ങിച്ച് താനെ എൻ്റെ ഫോണിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ക്ലിപ്പാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉച്ചക്കലത്തെ ഭക്ഷണവും കഴിഞ്ഞു. എല്ലാവരും പോയിട്ടോ. ഇപ്പോൾ ആളൊഴിഞ്ഞു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഞാനും കണ്ണനും അമ്മുച്ചേച്ചിയൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് ക്ലീനാക്കിയൊക്കെ ഇട്ടിട്ട് കടപ്പുറത്ത് പോകാനായിട്ടുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ കടപ്പുറത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ മുമ്പത്തെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഏതോ ഒരു ഷോർട്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മളുടെ അടുത്ത് തന്നെയാണ് കടപ്പുറം. നമുക്ക് നടന്ന് പോകാനായിട്ടുള്ള ദൂരമുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു 5:29 ആയിട്ടുണ്ട്. ഒരു 5:45 ആകുമ്പോഴേക്കും നമ്മളെത്തും. വേഗത്തിൽ നടന്നാൽ സ്ലോയിൽ കാഴ്ചയൊക്കെ കണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകും. ഒരു 7 മണിയാകുമ്പോഴേക്കും നമുക്ക് തിരിച്ച് വരണമല്ലോ. കാരണം വൈകി 5:30 ആയി നമ്മൾ ഇറങ്ങിയപ്പോൾ. അവിടെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ 5:30 ആയി. അപ്പം നമുക്ക് കടപ്പുറത്ത് എത്തിയിട്ട് കാണിക്കാം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബീച്ച് റോഡ് എന്ന് പറയുന്നത്. കാരണം നല്ല അടിപൊളിയാണ് ഈവനിങ് ഇതിൽ കൂടി ഇങ്ങനെ നടന്നു പോകാനായിട്ട്. കടപ്പുറത്ത് പോകുമ്പോൾ കുറച്ച് നടക്കാനുണ്ടെന്നുണ്ടെങ്കിലും അധിക ദൂരമൊന്നുമില്ല കേട്ടോ. പക്ഷെ നടക്കാനുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ബോറടിക്കില്ല. പ്രത്യേകിച്ച് ഫ്രണ്ട്സിൻ്റെ ഒപ്പം കസിൻസിൻ്റെ ഒക്കെ ഒപ്പം ആണെന്നുണ്ടെങ്കിൽ ഒട്ടും ബോറടിക്കില്ല. കാരണം നമുക്കിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുപോകാം. അതിനിടയ്ക്ക് എനിക്ക് സ്കൈ ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു സ്കൈ കാണാനായിട്ട്. പിന്നെ വെയിലും ഉണ്ടായിരുന്നില്ല അധികം. അപ്പം നമുക്കിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നന്നായിട്ട് നടക്കാം. അവിടെ ഒരു തട്ടുകടയുണ്ട് കേട്ടോ. പാത്തുമ്മയുടെ തട്ടുകട എന്ന് പറയും. ഈ അടുത്ത് ഞാനിങ്ങനെ റീലിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ കട കണ്ടു, പാത്തുമ്മയുടെ തട്ടുകട. അത് ഞങ്ങളുടെ അപ്പം ഞാൻ ഞെട്ടിപ്പോയി. നമുക്കിങ്ങനെ പെട്ടെന്ന് ഞങ്ങളുടെ ഇവിടുത്തെ കട അങ്ങനെയുള്ളൊരു ഇത് വരുമല്ലോ.
അങ്ങനെ അവിടെ നല്ല സൂപ്പർ ഫുഡൊക്കെ ഉണ്ടെന്നാണ് പറയണത്. പക്ഷേ ഞാൻ എപ്പോഴോ എന്നോ ഒരിക്കൽ ഒരു പുട്ടും ബീഫും ആട്ടയാണ് തോന്നുന്നു കഴിച്ചിട്ടുള്ളത്. പിന്നീട് ഞാൻ അവിടെ നിന്ന് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. എന്താണോ എന്തോ ഒന്നും കഴിക്കാനായിട്ട് അങ്ങ് തോന്നിയിട്ടില്ല. പക്ഷേ നല്ല ഫുഡൊക്കെയാണ് കേട്ടോ, അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് നടന്ന് കടപ്പുറത്തോട്ട് പോകാം. കടൽ കയറി കിടക്കുകയാണെന്നൊക്കെ പറയണ കേട്ടോ, നമുക്ക് നോക്കാം. ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് നല്ല ക്ലാരിറ്റി തോന്നുന്നുണ്ട് ഫോണിൽ ഇങ്ങനെ കാണുമ്പോൾ. കാരണം ലൈറ്റ് ഉണ്ടല്ലോ, വീടിൻ്റെ അകത്ത് എടുക്കുമ്പോൾ വീടിൻ്റെ അകത്ത് ഉണ്ടാകുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവാറില്ല, ക്ലാരിറ്റി കുറഞ്ഞിരിക്കും. ഇപ്പം എന്തോ ചത്ത പോലെ. അങ്ങനെ അതേ നമ്മൾ കടാപ്പുറത്തെത്തിയിട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഞങ്ങൾ ഇവിടെയാണ് സാധാരണ ഇറങ്ങാറുള്ളത്. അതായത് ഈ കല്ലിങ്ങനെ കയറിയിട്ട് അപ്പുറത്ത് ഇറങ്ങും. ഇവരെന്താണ് ഇങ്ങനെ ഇറങ്ങാണ്ട് നോക്കി നിൽക്കണതെന്നും വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ നിന്ന്. ഏത് ലാസ്റ്റ് ഞാൻ ഇറങ്ങി നോക്കിയപ്പോഴല്ലേ സംഭവം മനസ്സിലായത്. ഒരു മിനിറ്റ്, ഞാൻ ഇതിൻ്റെ മുകളിലൊന്ന് പിടച്ച് കയറട്ടെ. നമുക്ക് ഇറങ്ങാൻ കരയില്ല ഗായ്സ്, മൊത്തം കടൽ കയറി കിടക്കാണ്. സാധാരണ ഉണ്ടല്ലോ ഇത്രയും കടൽ കയറിയിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ കര ഉണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ ഇറങ്ങും, അവിടെയൊക്കെ നമ്മൾ നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒട്ടും കരയില്ല, മൊത്തം കടൽ കയറി കിടക്കുക കേട്ടോ. ഇവിടം വരെയും കയറി. ഇവിടെയൊക്കെ നമ്മൾ ഇറങ്ങിയിരുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ ആ കല്ല് വന്ന് അടിക്കുന്നില്ലേ, ഏറ്റവും അറ്റത്തെ കല്ല്, ആ കല്ല് വന്ന് തിരടിക്കുന്നില്ലേ ഇപ്പം ആ കല്ലിൽ വന്ന്, അവിടെയൊക്കെ നമ്മൾ ഇറങ്ങിയിരുന്നതാണ്. അവിടെയൊക്കെ കരയായിരുന്നു. ഇപ്പം അവിടെയൊക്കെ കടലായി, കടൽ കയറി കേട്ടോ. ഇത് ഇവിടം ഈ നമ്മളിപ്പോൾ കടൽ വന്ന് അടിക്കുന്ന സ്ഥലം കണ്ടോ നിങ്ങൾ, അവിടെയൊക്കെ കരയായിരുന്നു. സത്യം, അവിടെയൊക്കെ കരയായിരുന്നു. ഇപ്പം അവിടെയൊക്കെ കടൽ വന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഇറങ്ങാമെന്നാണ് വിചാരിക്കണേ. നല്ല സ്കൈ കേട്ടോ, നല്ല ഭംഗിയുള്ള സ്കൈ കണ്ടോ. അങ്ങനെ ദേ നമ്മൾ കടപ്പുറത്തേക്ക് എത്തി. ഈ കുഞ്ഞനുണ്ടല്ലോ, അതായത് എൻ്റെ അനിയൻ, അവന് കടലിൻ്റെ അടുത്താണ് അവൻ കിടക്കണമെന്നുണ്ടെങ്കിലും ഇവൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ കടപ്പുറത്തൊക്കെ പോകാറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എന്നാലും ഇവൻ കടൽ കാണുമ്പോൾ ഒരുമാതിരി വട്ട് പിടിച്ചോണം കിടന്ന് കാണിക്കും. ഇന്ന് തന്നെ ചാടുന്നു ഓടുന്നു കുളിക്കുന്നു എന്തൊക്കെയായിരുന്നു. എനിക്കാണെങ്കിൽ പേടിയാണ്. ഞാൻ എന്താ പറയുക, അധികം അറ്റത്തോട്ട് അങ്ങോട്ട് പോകാറില്ല. ഞാൻ പണ്ട് എനിക്ക് കടൽ എന്ന് പറയുന്നത് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമായിരുന്നു. ഞാൻ ഇറങ്ങത്തില്ലായിരുന്നു. പിന്നെ അങ്ങ് പേടിയൊക്കെ അങ്ങനെ കുറഞ്ഞ് ഇറങ്ങി. എന്നാലും ഞാൻ ഒരുപാട് അറ്റത്തോട്ട് പോകില്ല. പക്ഷേ നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം ഞാൻ എവിടെ നിൽക്കുക അവൻ എവിടെയാണ് നിൽക്കാമെന്ന്. അവന് നീന്താൻ അറിയാം, പക്ഷേ കടലാണല്ലോ. അപ്പം എനിക്ക് പേടിയാണ്. ഞാൻ ഇങ്ങനെ പറയാം, ഇവിടെ ഇങ്ങോട്ട് കയറി വാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ അവിടെ ഇങ്ങനെ ചാടേ അതിൽ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് റീൽസ് എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ എന്തോ അങ്ങോട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ഈ സാധനങ്ങളൊക്കെ ഉണ്ടോ കടലിൽ മൊത്തം? ഇതുണ്ടല്ല നല്ല രസം. അത് ഇങ്ങനെ ഒരു ഒച്ചയ്ക്ക് പൊട്ടിക്കുമ്പോൾ കാണാൻ വരെ കണ്ട നല്ല രസമുണ്ട്. ഇത് പൊട്ടിക്കുമ്പോൾ ഈ ശബ്ദം കേൾക്കാനായിട്ട്. ഞാൻ അവരുടെ കുറച്ച് നിങ്ങൾക്ക് കാണിച്ചാൽ കണ്ട, ഇതിങ്ങനെ എടുക്കും. ഇത് നമ്മളിത് ശബ്ദം കേൾക്കുന്നുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു അത്. ഈ ഒരു സംഭവത്തിന് നിങ്ങൾ എന്താ പറയുന്നത്? നമ്മളുടെ ഇവിടേക്ക് കഴിഞ്ഞാൽ ഇത്തൾ എന്ന് പറയും. ഇത്തൾ കണ്ടോ, ഇത്തളോ. നമ്മളിവിടെ നിന്ന് പണ്ട് അക്കൂറിയത്തിലൊക്കെ ഇടാനായിട്ട് കുറേ ഇത്തൾ ഇങ്ങനെ പറക്കിക്കൊണ്ടു പോകും. എന്നിട്ട് അക്കൂറിയത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കും. നല്ല ഭംഗിയുള്ള ഇത്തലൊക്കെ കിട്ടും, ഡിസൈനൊക്കെ ഉള്ളത്. അതായത് ഇവിടേക്ക് ഇങ്ങനെ ഡിസൈനൊക്കെ വരച്ചുള്ള നമ്മളിവിടെ ഇത്തളെന്ന് പറയും. ഹലോ ഗായ്സ്, കടലണ്ടിനെ കണ്ടിട്ടുണ്ടോ? കടലണ്ട് ഇതേ കണ്ടോ, കടലണ്ട് കണ്ടോ. കണ്ണനതിനെ പിടിക്കാൻ പോവാ കടലണ്ടിനെ. ഇപ്പോൾ കണ്ടു കേട്ടോ, കുറേ കണ്ടു. ഇപ്പോൾ പെട്ടെന്ന് ക്യാമറ ഓൺ ആക്കിയപ്പോഴേക്കും അതെവിടെയോ പോയി. ഇതേ ഓടുന്നുണ്ടോ ഒരു സാധനം. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ? ഓ ഓരോ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാട്ടാ. കണ്ടോ, ഇത് കടലുണ്ട്. മറ്റു ഞണ്ടുകളെ പോലെ ഇതങ്ങനെ ഇറുക്കൊന്നുമില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇനി എന്താ പറയുക, ഇറുക്കുന്ന സംഭവത്തിന് കൊമ്പോ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. നല്ല അടിപൊളിയല്ലേ ഈ കടൽ കാണാനായിട്ട്. ഈവനിങ് ഒക്കെ ആകുമ്പോണ്ടല്ലോ നല്ല ഭംഗിയാണ് കേട്ടോ. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. നമുക്ക് സങ്കടം വന്നിട്ടുണ്ടെങ്കിലും സന്തോഷം വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ മനസ്സിന് കുറച്ച് സമാധാനം വേണമെന്നുണ്ടെങ്കിലും ഒക്കെ വന്നിരിക്കാൻ പറ്റിയൊരു ബെറ്റർ സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് ഈ കടപ്പുറം ബീച്ച് എന്നൊക്കെ പറയണ കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആണെങ്കിലും കസിൻസിൻ്റെ ഒക്കെ ഒപ്പം ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ മെയിനായിട്ടും എല്ലാവരും കൂടി ഒന്ന് കൂടൂലേ, അപ്പോൾ നമ്മൾ വന്നിരിക്കാനായിട്ട് പ്രിഫർ ചെയ്യാറുള്ളതും എല്ലാവർക്കും ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ബീച്ച്. ഒന്നാമത് നമുക്ക് അടുത്താണ്, വളരെ അടുത്താണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഭയങ്കര താല്പര്യമാണ് ഇവിടെയൊക്കെ വരാനായിട്ട്. തൊട്ടടുത്താണെന്നുണ്ടെങ്കിലും മടുത്തിട്ടില്ല, ഇതുവരെ മടുത്തിട്ട്. ഇവിടെ ഇഷ്ടം പോലെ ഞണ്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നില്ലേ, ഇഷ്ടം പോലെ ഞണ്ടുണ്ട്. എനിക്ക് ക്യാമറയിൽ അങ്ങനെ കിട്ടുന്നില്ലെന്നുള്ളൂ, പക്ഷേ കുറേ ഞണ്ടുണ്ട് ഇവിടെ.
എന്റെ മുന്നേ എപ്പൊ നോക്കിയാലും വീഡിയോയിൽ ഇങ്ങനെ കാണുള്ളൂ. കുളിച്ച് അലപ്പായി കിടക്കണേട്ടാ, മീൻസ് നനഞ്ഞിരിക്കണേണ് ഇവൻ. അപ്പൊ ഞങ്ങൾ പതിയെ വീട്ടിലോട്ട് പോവാണ്. നടന്ന് അയ്യോ എന്റെ ചെരുപ്പ്, ഞാൻ വിചാരിച്ച എന്റെ ചെരുപ്പ് കടൽ കൊണ്ടുപോയിന്ന്. ഞാൻ എവിടെയോ ചെരുപ്പ് ഊരിട്ടിട്ടാ, അതനിപ്പോ നടന്നപ്പോഴാണ് ആലോചിച്ചത് ചെരുപ്പ് എവിടെയെന്ന്. ഭാഗ്യത്തിന് അത് അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ നിന്നല്ല, എന്റെ ഫ്രണ്ട് ക്യാമ ഒക്കെ ഞാൻ സംസാരിക്കുന്നേ. ഓ നല്ല രസമുണ്ടായിരുന്നു. തമാശ കാണിക്കാനാണ് എന്ത് തമാശ കാണിക്കണേട്ടാ. ഞങ്ങളുടെ കൊച്ചിക്കാരൻ എനിക്കെന്നല്ല, ഇവിടെ വരുമ്പോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഹോസ്റ്റലിൽ പോയില്ലേ, ഞാൻ അവിടെ പഠിക്കാൻ പോയപ്പോഴാണ് എൻ്റെ ഭാഷ ശരിക്കും കൊച്ചിക്കാരുടെ ഭാഷയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ലാങ് ആണ് എനിക്ക് മനസ്സിലായത്. ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ അച്ചടി ഭാഷയാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. കുഞ്ഞിന്റെ അടുത്ത് വരുമ്പോ എനിക്ക് കുഞ്ഞിനിപ്പൊ ശരിക്കും ഈ വൈപ്പിനിലെ പിള്ളേരൊക്കെ സംസാരിക്കൂലേ, അതുപോലെ സംസാരിക്കണം കുഞ്ഞൻ. പിന്നെ മുമ്പ് എങ്ങനെ അപ്പൊ കടലേ വിടാ, ഞങ്ങൾ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് വിട പറയുകയാണ്. അപ്പൊ അതേ അറ്റത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരു വെട്ടം കാണാൻ പറ്റുന്നുണ്ട് അറ്റത്ത്. എന്നെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചരാ. സൂം ചെയ്യുമ്പോ പോകുന്നു ഗൈസ്. അവിടെ ഒരു കപ്പൽ കൊണ്ടിട്ടോ. നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ദൂരെ ഇങ്ങനെ കപ്പലൊക്കെ പോലെ, അപ്പോൾ അതിന്റെ വെട്ടം കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്. എനിക്ക് ഇരുട്ടത്ത് വന്നിരിക്കണം എന്നുണ്ട് കടപ്പുറത്ത്. വാവ്, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ ദേ നമ്മൾ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു 7:30 സമയമൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരിക്കും അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് കുറച്ച് നേരം കൂടി ഇരിക്കണം എന്നിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് വീട്ടിൽ പോകണ്ടേ, അതുകൊണ്ട് നമ്മളതേ വീട്ടിലോട്ട് വന്നു. ഒന്നും കാണാൻ പറ്റുന്നില്ല, ഇരുട്ടാണ്. എൻ്റെ ഫോണിലാണെങ്കിൽ ഒന്നും കിട്ടുന്നില്ല. അതിനിടയ്ക്ക് കണ്ണൻ എന്നോട് പറഞ്ഞു എന്നാൽ ഞാൻ ഫ്ലാഷ് ഓൺ ആക്കി തരാമെന്ന് പറഞ്ഞു. എൻ്റെ ഫോണിൽ ഫ്ലാഷ് ഓൺ ആവുന്നുണ്ടായിരുന്നില്ല, കാരണം ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്ലാഷ് ഓൺ ആക്കിയതാണ് ദീ കിടക്കുന്നത്. അതെ, ചക്കര വന്നിട്ടുണ്ട്. എവിടെയാണ്? അതിരപ്പള്ളി വാഴച്ചാലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. ചക്കരതേ ഞങ്ങൾ വന്ന് കയറുന്നതിന് തൊട്ട് മുന്നേ വന്നാന്നാണ് അവൾ പറഞ്ഞത്. അവൾ നേച്ചർ ക്യാമ്പിന് പോയേക്കായിരുന്നു. അവളുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെയോ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കാൻ പറ്റത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾക്ക് ഇന്നത്തെ ഈ ഒരു ചടങ്ങിനൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. ഇവൾ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് എൻ്റെയാണ് കേട്ടോ, ജീൻസും എൻ്റെയാണ്, ആ ഹുഡി എൻ്റെയാണ്. പോയി വന്നപ്പോൾ കൊണ്ടുവന്നേക്കണം കണ്ടോ, ചോക്ലേറ്റ്. ഇത് ഇവിടുത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പൊട്ടിച്ചിട്ട് വന്നാണ് ഉണ്ടോ, കണ്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ പൊതുവെ ഞാനിങ്ങനത്തെ യൂസ് ചെയ്യാറില്ല. നീ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കിത് വാങ്ങിച്ചിട്ട് ഭയങ്കര എല്ലാത്തിനെയും കാണിച്ചപ്പോ നിങ്ങൾ നീ എന്തിനാടി വാങ്ങിച്ചു. അവളെ തിരിച്ചു വന്നപ്പോൾ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ചില സാധനങ്ങൾ നമ്മൾ എടുത്ത് കഴിയുമ്പോൾ നമുക്കിത് വാങ്ങിക്കണമായിരുന്നോ എന്ന് തോന്നൂലേ, അങ്ങനെ എനിക്കും തോന്നാറുണ്ട്, ഒട്ടുമിക്കവർക്കും തോന്നാറുണ്ടെന്ന് എനിക്ക് തോന്നണത്. അതുപോലെ അവൾക്ക് തോന്നിയൊരു സംഭവമാണ് ഈ ബാഗ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ പൊതുവേ ഇങ്ങനത്തെ യൂസ് ചെയ്യാറില്ല. ചക്കര യൂസ് ചെയ്യാം, കോളേജിലൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ ഒന്നും വലിയ സീനില്ല എന്നാണ് തോന്നണേ. എനിക്കറിയില്ല, ഇങ്ങനത്തെ ബാഗ് യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഇതേ അച്ഛൻ പപ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം. അപ്പോൾ അത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. ചക്കര ഇവിടെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾ അവിടെ പോയ കഥകളൊക്കെ ഉണ്ടാവുമല്ലോ, എക്സ്പീരിയൻസസ് പറയാനുണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ രാത്രിയിലത്തെ ഭക്ഷണം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അമ്മൂച്ചേച്ചിയും കണ്ണനൊക്കെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്കത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഉറക്കപ്പിച്ചായിരുന്നു ഒന്നാമത്, അതുകൊണ്ട് അതൊന്നും ഓർത്തില്ല. അപ്പോൾ അമ്മൂച്ചേച്ചിയും കണ്ണനും എല്ലാവരും വീട്ടിൽ പോയി. കുഞ്ഞൻ എക്സസൈസ് ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. ഇവൻ എല്ലാ ദിവസവും രാത്രി കിടക്കണേക്ക് മുമ്പും രാവിലെയും എക്സസൈസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.